തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും വീണ്ടും ഒന്നിച്ചതായി റിപ്പോർട്ടുകൾ. സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന കേസ് കോടതിയിലിരിക്കെയാണ് പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഇടപെട്ടാണ് ഇപ്പോൾ ഇരുവരെയും വീണ്ടും ഒന്നിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. എന്തായാലും സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുകയാണെന്ന വിവരം ആരാധകരും ഇപ്പോൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പ്രശ്നം പറഞ്ഞു തീർത്ത് ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായിട്ടാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ലണ്ടനിലായിരുന്ന സംഗീത ഇതിനകം ചെന്നൈയിലേക്ക് മടങ്ങിയെന്നും ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതായും റിപ്പോർട്ട്സുണ്ട്. എന്നാൽ ഇക്കാര്യം വിജയോ സംഗീതയോ കുടുംബാംഗങ്ങളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജൂൺ 22-ന് വിജയുടെ ജന്മദിനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള ഊഹാപോഹങ്ങളും ശക്തമായിട്ടുണ്ട്. മുമ്പ് അച്ഛനുമായിട്ടുള്ള വിജയുടെ പിണക്കത്തിലും അമ്മ ശോഭ ഇടപെട്ടാണ് അത് ഒത്തുതീർപ്പാക്കിയിരുന്നത്. ഇതുതന്നെയാണ് ഇത്തവണയും ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത്. അതേസമയം സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിലെ നടപടികളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിജയും സംഗീതയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ട്. 26 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ ഫെബ്രുവരിയിൽ സംഗീത കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. ചെങ്കൽപ്പെട്ട് ഫാമിലി കോടതിയിലാണ് വിവാഹമോചന ഹർജി. 2021 മുതൽ വിജയ്ക്ക് ഒരു സഹനടിയുമായി ബന്ധമുണ്ടെന്നും അത് അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും തുടർന്നു എന്നും സംഗീത ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. നേരത്തെ വിജയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഭാര്യ സംഗീതയും മക്കളും പങ്കെടുത്തിരുന്നില്ല. വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സംഗീതയും മക്കളെയും കണ്ടില്ല. സംഗീതയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ തൃഷയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഗോസിപ്പുകളും എത്തിയിരുന്നു. 1999 ഓഗസ്റ്റ് 25-നായിരുന്നു വിജയുടെയും സംഗീതയുടെയും വിവാഹം. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാക്ഷ എന്നിവരാണ് വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് ജൂൺ 15-ന് ചെങ്കൽപ്പെട്ട് ജില്ലാ കുടുംബ കോടതി പരിഗണിക്കും. സുരക്ഷാ കാരണങ്ങളാലും മറ്റും ഇരുവരും നേരിട്ട് കോടതിയിൽ ഹാജരാകില്ലെന്നാണ് വിവരം. പകരം അഭിഭാഷകർ മുഖേന വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരായേക്കും. ഫെബ്രുവരിയിൽ സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിലെ മുൻവാദം കേൾക്കലിനിടെ ഇരുവരും അടുത്ത തവണ നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരാകാൻ കോടതി അനുമതി നൽകിയെന്നാണ് സൂചന. കഴിഞ്ഞ കുറച്ചു കാലമായി വിജയുടെ കുടുംബപരവും രാഷ്ട്രീയപരമായ പൊതുപരിപാടികളിൽ നിന്നും സിനിമകളുടെ ഓഡിയോ ലോഞ്ചുകളിൽ നിന്നും സംഗീത പൂർണ്ണമായും വിട്ടുനിന്നിരുന്നതാണ് ഇരുവരും തമ്മിൽ കടുത്ത അകൽച്ചയിലാണെന്ന വാർത്തകൾക്ക് ബലം നൽകിയത്. സംഗീതയുടെ വിവാഹമോചന ഹർജി പുറത്തു വന്നതോടെയാണ് തർക്കങ്ങൾ പരസ്യമായത്. ബ്രിട്ടീഷ് പൗരത്വമുള്ള സംഗീത ചെങ്കൽപ്പെട്ട് ഫാമിലി കോടതിയിലാണ് വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അവിഹിത ബന്ധമുണ്ടെന്നും അത് അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പശ്ചാത്താപമില്ലാതെ തുടർന്നു എന്നും സംഗീത ഈ ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്.